സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണത്തിലുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം സർവകലാശാലയിൽ നടന്നത് പരസ്യ വിചാരണയെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ചന്തു, ഈ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് അടുത്ത് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് SFI ക്രിമിനലുകൾക്കെതിരെ തന്നെ നടപടി ഉണ്ടാവും, ശക്തമായ നടപടികളുണ്ടാവും. ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർക്കാർ ഉത്തരവിറക്കി. ആ ഉത്തരവിന്റെ തീരുമാനം വന്നത് തന്നെ ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും രജനി, ഗവർണർ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കൾ ഒരു പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിലെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട്. തുടർന്നാണ് രാജ്ഭവനിൽ നിന്നും ഗവർണർ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതിൽ പ്രധാനമായും സിദ്ധാർത്ഥിന് അവിടെ നേരിട്ട പീഡനം എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതും അത് ഗവർണർ നേരിട്ട് സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ സന്ദർശിച്ചതും അതിൽ ഗവർണർ ചാൻസലർ എന്ന നിലയ്ക്ക് സ്വീകരിച്ച നടപടികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു വിശദമായ കത്ത് ഗവൺമെന്റിന്റെ സർക്കാരിന് കൈമാറിയത്. അതിൽ CBI അന്വേഷണമാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ നിർദ്ദേശമാണ് രാജ്ഭവൻ കഴിഞ്ഞ ദിവസം സർക്കാരിന് കൈമാറിയത്. അതിനുശേഷം ഇന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നും കർശന നിർദ്ദേശം സർക്കാരിലേക്ക് പോയി. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രക്ഷിതാക്കൾ കണ്ടതിനു ശേഷം ഒരു ഉത്തരവ് CBI അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തേക്കുന്നത്. ഈ ഉത്തരവ് CBI അന്വേഷണത്തിന്റെ ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് പ്രധാനമായും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിന് വളരെ ക്രൂരമായ പീഡനമാണ് അവിടെ നേരിട്ടതെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു പരസ്യ വിചാരണ അവിടെ നടന്നു. ബെൽറ്റ് കൊണ്ട് കമ്പി വയറുകൾ കൊണ്ടും ഒക്കെ അടിച്ചു മർദ്ദിച്ചു, ആൾക്കൂട്ട വിചാരണ നടത്തി, മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു തുടങ്ങി വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വളരെ ക്രൂരത അവിടെ നടന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്. അത് വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ എടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു കേരളത്തിലെ ഒരു സർവകലാശാലയിൽ ഹോസ്റ്റലിൽ നേരിട്ട ഒരു പീഡനം എത്രമാത്രം കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഗവർണർ നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറായിരിക്കും. ശരി, സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണത്തിനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഒപ്പം തന്നെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. പൂക്കോട് സർവകലാശാലയിൽ നടന്നത്, വെറ്റിനറി സർവകലാശാലയിൽ നടന്നത് പരസ്യ വിചാരണ എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.